ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയതായിട്ടൊരു സേമിയ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു 2 പയർ സേമിയ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ചെറിയ ക്യാരറ്റ് എടുത്ത് അതിന് നല്ലവണ്ണം തുരുവി ഞാൻ അതും എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്ത് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് ഇല്ല, അതുകൊണ്ട് ബീൻസിന് പകരം വള്ളിപ്പയർ ഞാൻ എടുത്തിട്ടുണ്ട്. അതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് എടുത്ത് അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി തുരുതുരന്ന് അരച്ച് അതും തുരുവി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പകുതി ചെറുനാരങ്ങ. ഞാൻ കടുക് വറുക്കാനായിട്ട് ഉഴുന്നും പരിപ്പ് എടുത്തിട്ടുണ്ട്. പട്ട ഐറ്റം എല്ലാത്തിരി ഇത്തിരി ഇതാകണ്ട. ഇതൊക്കെ സ്റ്റാർ പൂവ്, പട്ട, ഗ്രാമ്പ്, പെരുംജീരകം ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് രമ്പ വീട്ടിലുള്ളതുകൊണ്ട് രമ്പ ഇല എടുത്തിട്ടുണ്ട്. കരിയേപ്പില എടുത്തിട്ടുണ്ട്. മുന്തിരിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മുന്തിരിപ്പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കപ്പലണ്ടി ഇട്ടാലും മതി, അതും നന്നായിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്. ഇതൊരിക്കൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തേങ്ങ പൊട്ടിച്ച് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1 ലിറ്റർ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. ഈ വെള്ളം തിളച്ച് അരട്ട് നമുക്കിതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഇതിൽ നമുക്ക് സേമിയായിട്ട് ഒന്ന് അവിച്ച് എടുക്കാം. ലൈറ്റാണ് വെള്ളം നല്ലവണ്ണം തിളച്ചപ്പോൾ നമുക്കിതിൽ 1 സ്പൂണ് എണ്ണ ഈ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സേമിയ ഇതിൻ്റെ അകത്തൊട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം നമുക്കൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് അടിച്ചെടുക്കാം. ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് സ്പൂണിന് 2 സ്പൂണ് എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് മസാലകൾ ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് പൊരിഞ്ഞൊന്നെ ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനൊരു നല്ലൊരു മണം വരും. ഇതെല്ലാം അതിൻ്റെ അകത്ത് ഒന്നിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എനിക്കിത് 2 കവർ സേമിയ ആയതുകൊണ്ട് എല്ലാവർക്കും വേണം, അതുകൊണ്ട് ഞാൻ ഇത് തോനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 കവർ സേമിയ വേണമെങ്കിൽ കുറച്ച് മതി. ഇതിലെല്ലാത്തിലും ഇച്ചിട്ട് മതി. നമ്മൾ ഓൾറെഡി സേമിയത്തിൽ ഉപ്പിട്ട് അവിച്ച്, അതുകൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. നമുക്കിതിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കായപ്പൊടി ഇടുമ്പോൾ ഒരു നല്ല മണം വരും. ഇതിൽ നിന്ന് കായപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് 2 സ്പൂണ് നെയ്യ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. അതാണ് ഞാൻ കുറച്ച് എണ്ണ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം എല്ലാം ഒന്ന് ചമന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഈ സേമിയത്തിനൊന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നല്ലവണ്ണം ഇതാകണ്ട, നല്ലവണ്ണം ഇളക്കി നല്ല ചന്തമാക്കണ്ട ഇങ്ങനെ ഇരിക്കണം. ഇതിൻ്റെ കൂടെ നമുക്കിനി ഈ മല്ലിച്ചപ്പിനൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ലാസ്റ്റിൽ ഈ നാരങ്ങ നീര് ലേസം ഇതിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ്. ഇത് നെയ്യൊക്കെ ഒഴിക്കണം. നിങ്ങൾ ഒരിക്കൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ മക്കൾ കഴിച്ചുകൊണ്ടിരിക്കണം.